ജൂൺ 3-ാം തീയതി തൊട്ടടുത്തൊരു സ്കൂളിൽ അവരുടെ ഒരു വിദ്യാരംഭ ദിനത്തിൽ ഒരു സന്ദേശം കൊടുക്കാനായിട്ട് പോയി. 2 പദങ്ങൾ അവരോട് ഒന്ന് ഓർത്തു വെക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. ഒന്ന് നേച്ചർ, 2 നർച്ചർ. നേച്ചർ വളരെ ഭംഗിയുള്ളതാണ്, അതിൽ തന്നെ ഒരു ബ്ലസ്ഡ് എക്സ്പീരിയൻസാണ്. കുട്ടികളുടെ കാര്യം എടുക്കുക, കുട്ടികളോളം ശുദ്ധമായ നേച്ചർ, കുട്ടികളോളം കാര്യങ്ങൾ പിടുത്തം കിട്ടുന്ന, ഒരു ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ പിടുത്തം കിട്ടുന്ന അധികം ജനുസൊന്നുമില്ല വേറെ. അവർ തരുന്ന വിസ്റ്റം, കാരണം അവരിങ്ങനെ ദൈവത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവർ കുറച്ചുകൂടി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടൊക്കെ വേദപുസ്തകം പറയുന്ന ഔട്ട് ഓഫ് ദ ബേബ്സ്, ഈ കുട്ടികളുടെ അധരങ്ങളിൽ നിന്ന് ജ്ഞാനം സംസാരിക്കുന്നൊക്കെ പറഞ്ഞ സങ്കീർത്തനങ്ങളൊക്കെ ഉണ്ട്. യേശു അത് ഒരിടത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. യോശാന നാളിലൊക്കെ അത് നമ്മൾ വായിച്ച് കേൾക്കുന്നു. ഈ കുഞ്ഞുങ്ങളോട് നിശബ്ദരായിരിക്കാൻ പറയുമ്പോൾ യേശു പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പശ്ചാത്തലം അതാണ്. സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു പുണ്യാനുണ്ട്, വലിയ പണ്ഡിതനാണ്. പക്ഷെ കാര്യങ്ങളിങ്ങനെ ക്രമം തെറ്റി ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരാഗ്രഹമില്ലാതെയായി, വല്ലാത്ത ഇരുട്ട്. അങ്ങനെ ആ മനുഷ്യൻ ഒരു പാർക്കിലിരുന്ന് മുമ്പോട്ട് എങ്ങനെയെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ അടുത്ത വീട്ടിലൊരു കുട്ടി ഒരു നേഴ്സറി റൈം പാടുന്ന ഇയാൾ കേൾക്കുകയാണ്. അതവർക്ക് പരിചയമുള്ള ഒരു സാധാരണ ഗീതമായിരുന്നു. അതിൻ്റെ അർത്ഥം ഇങ്ങനെ എടുത്തു വായിക്കുക എന്നുള്ള. പക്ഷെ എന്നാൽ എടുത്തു വായിക്കുക എന്ന് പറഞ്ഞ വാക്കിനകത്ത് ആവശ്യത്തിലേറെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതായിട്ട് ഈ മനുഷ്യന് തോന്നിയ അയാൾ തൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് തനിക്ക് പരിചയമുള്ള ഒരു പുണ്യഗ്രന്ഥം, അത് പുതിയ നിയമമാണ്, അതിങ്ങനെ തുറന്ന് വായിക്കുക. അപ്പം അതിനകത്ത് ഈ മനുഷ്യൻ കണ്ട വരി ഇങ്ങനെയാണ്: അന്ധകാരത്തിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, നമുക്കിനി പ്രകാശത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കാം. അതിങ്ങനെ കുഞ്ഞിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ഒരു ദൈവിക ദൂതായിട്ടാണ് സെൻ്റ് അഗസ്റ്റിൻ വീണ്ടും വായിച്ചെടുക്കുന്നത്. അപ്പം അത്രയും കൃത്യമായ ഒരു നേച്ചർ കുഞ്ഞുങ്ങൾക്കുണ്ട്. പക്ഷേ നർച്ചർ എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട്, ഇതിനും പരിചരണം ആവശ്യമുണ്ട്. ഇന്ന് നമ്മുടെ താവൂവിൽ തൊട്ടടുത്ത കോളേജിൽ സെൻറ്റ് ആൽബർട്ട്സിൽ നിന്ന് ഒരു 10-15 വിദ്യാർത്ഥികളും അവരുടെ ആനിമേറ്റേഴ്സായിട്ടുള്ള അധ്യാപകരും വന്നു. അവർ തൊട്ട് മുമ്പ് മംഗളവനം എന്ന് പറഞ്ഞ് വലിയ ജനകീയ പോരാട്ടങ്ങളുടെ നിലനിർത്തിയ ഒരു വനമുണ്ട്, നാച്ചുറലായ ഒരു വനം ഈ കൊച്ചിയിൽ നടുക്കുണ്ട്, ഈ ഹൈക്കോടതിനൊക്കെ അടുത്തായിട്ട്. അവിടെ പോയിട്ടാണ് വരുന്നത്. ഇവർ വരുന്നത് താവിലേക്കാണ്. താവ് നേച്ചറിനേക്കാൾ കൂടുതലായിട്ട് നർച്ചർ ചെയ്യുന്നൊരാളാണ്. അസൽ ആ വ്യത്യാസം ആ കുട്ടികൾക്ക് പോലും പിടുത്തം കിട്ടുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെയും അവഗണിക്കാതെയും പരിചരണത്തിനുമൊക്കെ വിധേയപ്പെടാതെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പുതിയ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കുന്നുള്ള പ്രശ്നമുണ്ട്. വനത്തിന് തുല്യമാണ് മനുഷ്യൻ നട്ടുവളർത്തിയ ഒരു കാവ് തോട്ടം എന്ന് പറയാനല്ല ശ്രമിക്കുന്നത്. അതിന് പിന്നിലുള്ളൊരു ഒരു വെറുതെ അതിൻ്റെ സിൻസെറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഒരു ചെറിയ സ്ഥലത്തിൽ ഒരു 10-75 തരം മരങ്ങൾ, അതിൻ്റെ തന്നെ ഒരു 200ഓളം വൃക്ഷങ്ങൾ രൂപപ്പെട്ടു എന്ന് പറയുന്ന പരിചരണം കൊണ്ട്. ആ പരിചരണം എന്ന് പറഞ്ഞൊരു ആശയം ഈ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. എന്തും പരിചരിച്ചാൽ ഭംഗിയാകും എന്ന് പറയുന്നൊരു ദൂത. ഞങ്ങളുടെയൊക്കെ ചെറിയ കാലത്തിൽ ഇങ്ങനെ ഒരു 10 തെങ്ങ് ഒരു പുരയിടത്തിലുണ്ടെങ്കിൽ ആ 10 തെങ്ങ് കൊണ്ടൊക്കെ വീടൊക്കെ ഒരുവിധം ഓടിച്ചു പോയിരുന്നു. ഒരു തെങ്ങ് ചെത്താനും കൊടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു വരുമാനമുണ്ട്, അവർക്കുള്ള ഒരു വരുമാനമാണ് ചകിരി, കയറ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു തെങ്ങിൽ നിന്ന് കുറഞ്ഞൊരു 50 കായെങ്കിലും കിട്ടിയിരുന്നു. എങ്കിൽ 50 കായ്ഫലമുള്ള തെങ്ങുകളായിരുന്നു. ഇതങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതല്ല. വേനൽക്കാലം എല്ലാ കാലത്തും കഠിനമായിരുന്നു. ആ വേനൽക്കാലത്തിൽ അതിന് മുമ്പേ ഈ തെങ്ങിന് പൊതയിട്ട് പായലൊക്കെ വലിച്ച് വാരിയിടുന്നൊരു സംഭവം ഈ പൊതയെന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ നമ്മുടെ ഈ കുടുംബശ്രീ സംഘങ്ങളെന്നൊക്കെ പറയുന്ന കണക്ക് ഈ പുരുഷന്മാരുടെ സംഘങ്ങളുണ്ടായിരുന്നു. ഒരു 10-12 ആരോഗ്യമുള്ള ചെറുപ്പക്കാർ വന്നിട്ടിങ്ങനെ എവിടെയെങ്കിലും ഒരു കുളം കണ്ടെത്തിയിട്ടുണ്ടാകും. ആ കുളത്തിൽ നിന്ന് ഇങ്ങനെ കൈമാറി എല്ലാ പറമ്പിലെയും എല്ലാ തെങ്ങും നനച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഭംഗിയായിട്ട് തെങ്ങതിന് പ്രതിഫലം കൊടുത്തു. ഇതിൽ ഫലമെന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ പ്രതിഫലം. എന്നാൽ പിന്നീട് പൊതയില്ലാതെയായി, നനയില്ലാതെയായി, ശ്രദ്ധയില്ലാതെയായി, അതിൻ്റെ മണ്ട വീണു, മണ്ട ചീഞ്ഞു. അതിൻ്റെ മീതയായിട്ട് മാടത്തുകൾ കൂടുകൂട്ടേണ്ട കൂടുകൾ മാത്രം ഉണ്ടായി. ഇപ്പോൾ തെങ്ങ് ആരുടെയും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നില്ല.
അപ്പോൾ ഒരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ, പരിചരണം മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ജിമ്മിച്ചേട്ടൻ ഈ അധ്യാപകരുടെയോ മാതാപിതാക്കന്മാരുടെയോ ഒക്കെ ഒത്തുചേരലുകളിൽ ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇതായിരുന്നു. നാട്ടിൻപുറത്തെ ഈ 10 തെങ്ങിൻ്റെ കഥയാണ്. അപ്പോൾ നേച്ചറും നർച്ചറും കൂടി ചേർന്നിട്ട് ഒരു പുതിയൊരു ഭംഗിയുള്ള ലോകം രൂപപ്പെടുത്താനായിട്ടുള്ള ക്ഷണമാണ് താവ്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, കുഞ്ഞു കാര്യമാണ്, പറയാൻ പോലും വർത്തില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിന് പിന്നിൽ കുറേ അധികം മനുഷ്യരുടെ എഫേർട്ടുണ്ടായിരുന്നു. നഗരമാണ്, നഗരത്തിലെ ഒരിത്തിരി ഭൂമി കണ്ടെത്തി അതിങ്ങനെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ രൂപപ്പെടുത്തിയൊരിടവായത്. ഏകദേശം ഒരു 6000 പേര് ഇതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഈ ഒരു പൊതുവിടമായിട്ട് നമുക്കതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മാറുകയുള്ളൂ. 6000 പേര് എന്ന് പറയുമ്പോൾ അത് സാമാന്യം ഭേദപ്പെട്ടൊരു തുകയാണ്. ഞങ്ങളെ കണക്കുള്ള ഒരു മനുഷ്യർക്കത് അത്ര എളുപ്പത്തിൽ സ്വപ്നം കാണാവുന്നൊരു കാര്യമല്ല. പക്ഷേ എവിടെയൊക്കെ ഉള്ള ഒരു 6000 പേര് ഇതിലേക്ക് തങ്ങളുടെ ഒരു അധ്വാനത്തിൻ്റെയോ വിയർപ്പിൻ്റെയൊക്കെ ഓഹരി കൊടുത്തു ഇടം സ്വന്തമായി. ഇവിടെ ഇപ്പോൾ മരങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ നന്നായിട്ടാണ് ഇതെല്ലാം വളർന്നിരിക്കുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ആദ്യ ദിവസം തൊട്ട് ഇതിൻ്റെ കൂടെ ഉള്ള വിശ്വം എന്ന് പറയുന്ന ഒരു സ്നേഹിതനാണ്. വിശ്വം ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ ആ പരിചരണത്തിലേക്ക് വരാനായിട്ട്. ഒരു ഉദ്യാനപാലകൻ ആവശ്യമുണ്ട് എല്ലാത്തിനകത്തും. ഒരു വസത്തിൽ മനുഷ്യനെ ഏൽപ്പിച്ചൊരു ഒരു ദൗത്യം പോലും അതായിരുന്നു. തോട്ടമൊക്കെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞതിങ്ങനെ തോട്ടത്തെ പരിചരിക്കാനാണ് പറഞ്ഞത്. ഷെപ്പേർഡ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. തോട്ടത്തെ ഇങ്ങനെ ജീവനുള്ളത് കണക്ക് പരിപാലിക്കുന്ന അർത്ഥത്തിൽ ആ ഷെപ്പേർഡ് എന്ന വാക്ക് പറയുന്നത്. കാരണം ഇതിന് ജീവനിലെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അതല്ലെന്ന് ഏതൊരാൾക്കും ഒരു വീട്ടുമുറ്റത്തൊരു തുളസി ചെടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതിനെ പരിചരിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനുണ്ട്. അതിൽ ഒരു ഞങ്ങൾ സൗഹൃദത്തിലാകുന്ന സമയത്ത് അദ്ദേഹം വളരെയേറെ കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം മുഴുവൻ സമയം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനം. ഈ തരിശായ ഇടങ്ങളിൽ കുറേ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പച്ചപ്പുണ്ടാകുമെന്നുള്ള ആ വലിയ സങ്കല്പം. ചുരുക്കത്തിൽ നിശബ്ദമായ ചില രാഷ്ട്രീയങ്ങൾ കൂടി ഇത് പറയുന്നുണ്ട്. ഇന്ന് ജൂൺ 5 പൊതുവെ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ കുറച്ച് പേരൊക്കെ വന്ന് പോവുകയും ചെറിയ വാർത്തകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നൊരു ദിവസം കൂടിയാണ്. പക്ഷേ വലിയൊരു ഇലക്ഷൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇതങ്ങ് മുങ്ങിപ്പോയി. ഇതല്ല, ഒരു ഇളനാമ്പ് പോലും മുങ്ങിപ്പോവാൻ പാടില്ല. ഒന്നിൻ്റെയും ബഹളങ്ങളുടെയും തിരക്കുകളുടെ ഇടയിലും താവ് വലിയൊരു സ്നേഹമാണ്. ഒരു 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 കമ്മ്യൂണിറ്റി രൂപപ്പെട്ടിട്ടുണ്ട് താവുമായി ബന്ധപ്പെട്ട്. അവർക്ക് പൊതുവായിട്ട് അവരെ ബന്ധിപ്പിക്കുന്ന ഒരു ഏകവും ഇല്ല. ആകപ്പാടുള്ളൊരു ഏകമെന്ന് പറയുന്നത് മെച്ചപ്പെട്ട മനുഷ്യർ, മെച്ചപ്പെട്ട ഭൂമി, തലയുയർത്തി നടക്കാൻ പറ്റുന്നൊരു കാലം. അത്രയൊക്കെ മതി ഒരു കാര്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. താവിൽ നിന്ന് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ. താങ്ക് യു.